1,00,000 പോസ്റ്ററുകളാണ് ജോസഫ് വാഴക്കൻ അടിച്ചത്. അതായത് സ്ഥാനാർത്ഥിയാകാൻ പറഞ്ഞതുകൊണ്ടല്ലാതെ മറ്റാരും ഏതായാലും 1,00,000 പോസ്റ്ററുകളൊന്നും അടിക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ 1,00,000 പോസ്റ്ററുകൾ അടിക്കുന്നു, 2,500ഓളം ഫ്ലെക്സുകൾ അടിക്കുന്നു. അങ്ങനെ അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ പാഴായി പോവുകയാണ്, കുന്നുകൊട്ടിയിട്ടിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് എത്താം. ആദ്യം വാഴക്കന്റെ വാക്കുകൾ കേൾക്കാം, അതിനുശേഷം മറ്റ് സമഗ്രമായ വിവരങ്ങളിലേക്ക് എത്താം. പാട്ട് പറഞ്ഞതും എനിക്ക് തന്നൊരു ധാരണ എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പേര് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അത് പിന്നെ ലാസ്റ്റ് വന്നപ്പോൾ അങ്ങനെ ഒരു നമ്മൾ സ്ഥാനാർത്ഥി രംഗത്തുനിന്ന് നമ്മളെ ഒഴിവാക്കി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഏറ്റുമാനൂർ വന്നത്. അതുകൊണ്ടാണ് ഒരു വിഷമം ഉണ്ടായത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ ഏത് നേതാക്കന്മാരെ പോലെ തന്നെ അല്ലെങ്കിൽ അതിൽ ഇത്ര കൂടുതൽ 19 വർഷക്കാലം ഈ പാർട്ടിക്ക് വേണ്ടി ചോര നീരൊഴുക്കിയിട്ടുള്ള ആളാണ് ഞാൻ. നോക്കൂ, മുതിർന്ന നേതാവാണ്, 19 വർഷത്തെ പാരമ്പര്യത്തിന്റെ കണക്ക് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനോട് എടുത്തിരിക്കുന്ന ഒരു സമീപനം നമ്മൾ കണ്ടല്ലോ. സ്ഥാനാർത്ഥി ആയിക്കോളൂ അല്ലെങ്കിൽ ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നടപടികളുമായി മുന്നോട്ട് പോകൂ എന്ന ഉറപ്പ് കൊടുക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 1,00,000 പോസ്റ്ററുകൾ അടിക്കുന്നു, 2,500ഓളം ഫ്ലെക്സുകൾ അടിക്കുന്നു. മുതിർന്ന നേതാവിനെ ഈ രീതിയിൽ പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. എന്നിട്ട് ഈ പെരുന്നാൾ ദിനത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു പ്രശ്നങ്ങളുമില്ല, എല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ജോസഫ് വാഴക്കൻ ഈ 1,00,000 പോസ്റ്ററുകൾ അടിച്ചിട്ടത്? ചുമ്മാ ഒരു തോന്നലിന്റെ പുറത്ത് പോയി ഏതായാലും 1,00,000 പോസ്റ്ററുകൾ അടിക്കാൻ ആർക്കും ഒരു കുഴപ്പവുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. 2,500ഓളം ഫ്ലെക്സുകൾ അടിച്ചു വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ പെരുന്നാൾ ദിനത്തിലും നാട്ടിലെ മനുഷ്യരോട് പച്ചക്കള്ളം പറയുന്നുവെന്നാണ്, പച്ച നുണ പെരുന്നാൾ ദിനത്തിലും പറയുകയാണ് വി.ഡി. സതീശൻ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണാൻ കഴിയുന്നത്. സനോജ് എന്നോടൊപ്പം ചേരുകയാണ്. സനോജ്, 1,00,000 പോസ്റ്ററുകൾ, 2,500ഓളം ഫ്ലെക്സുകൾ, സത്യത്തിൽ ജോസഫ് വാഴക്കനെ ഓർത്ത് സഹതാപം തോന്നുകയാണ്. മുതിർന്നൊരു നേതാവാണ്, 50 കൊല്ലം ആ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ ഒരു മനുഷ്യനെയാണ്, അയാളെയാണ് ഇങ്ങനെ പറ്റിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന് മുന്നോടിയായിട്ടാണ്, മുന്നൊരുക്കം എന്ന നിലയിലാണ് ജോസഫ് വാഴക്കൻ 1,00,000ഓളം പോസ്റ്ററുകൾ അടിച്ചിട്ടുള്ളത്, 2,500ഓളം ഫ്ലെക്സ് ബോർഡുകളും തയ്യാറാക്കിയിട്ടുള്ളത്. അതിന് ജോസഫ് വാഴക്കൻ പറയുന്ന കാരണമെന്ന് പറയപ്പെടുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്തിമ പട്ടികയിൽ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ജോസഫ് വാഴക്കൻ്റെ പേര് മാത്രമാണ്, ഒരേ ഒരു പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മത്സരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊള്ളാൻ AICCയിൽ നിന്നും അദ്ദേഹത്തിന് അനുമതി ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ്, 22 ദിവസത്തോളം മാത്രമാണ് ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിനുള്ളിൽ വളരെ വേഗത്തിൽ പ്രചാരണവുമായി മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപനം കാത്തു നിൽക്കാതെ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. ആ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഫോട്ടോ എടുത്തു, പോസ്റ്റർ ഡിസൈൻ ചെയ്തു, പോസ്റ്റർ അച്ചടിച്ചു, ഒപ്പം തന്നെ 2,500ഓളം ഫ്ലെക്സ് ബോർഡുകൾ അടിച്ചു. പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ മണ്ഡലത്തിൽ മുഴുവൻ ഇത് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ജോസഫ് വാഴക്കൻ തയ്യാറാക്കി നിർത്തിയിരുന്നത്. അതിനിടയിലാണ് ഏറ്റവും അവസാന നിമിഷത്തിൽ ഒരു അട്ടിമറി എന്നോണം അവസാന നിമിഷത്തിൽ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നിന്നും ജോസഫ് വാഴക്കൻ ഒഴിവാകുന്ന സാഹചര്യവും അവിടെ നാട്ടകം സുരേഷിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. ഇതോടെയാണ് ഈ മുടക്കിയ പണം മുഴുവൻ വെള്ളത്തിലാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 15 ലക്ഷത്തിലേറെ രൂപ ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിൻ്റെ മുന്നൊരുക്കം എന്ന നിലയിൽ ജോസഫ് വാഴക്കൻ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും കടുത്ത അതൃപ്തി ഈ കാര്യത്തിൽ ജോസഫ് വാഴക്കൻ്റെ നേതൃത്വത്തോടുണ്ട്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയോട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ കൂടിയാണ് ജോസഫ് വാഴക്കൻ. ഐ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയാണ്. എല്ലാ കാലവും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ജോസഫ് വാഴക്കൻ. സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയോടും ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് കടുത്ത വിയോജിപ്പുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം തന്റെ തന്നെ സംരക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്ന ആക്ഷേപം, എന്ന പരാതി ഉണ്ടോ അദ്ദേഹത്തിന്? തീർച്ചയായിട്ടും തനിക്ക് അദ്ദേഹത്തിനൊപ്പം നിഴൽ പോലെ ഇക്കാലം അത്രയും നിന്നിട്ടും ഈ അവസാന നിമിഷത്തിൽ തൻ്റെ പേര് മാത്രം ഒരു മണ്ഡലത്തിൽ ഉള്ളൂ എന്ന് അറിയിച്ചിട്ടും ആ അവസാന നിമിഷം തൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കാൻ തൻ്റെ നേതാവിന് പോലും കഴിഞ്ഞില്ല എന്ന ഒരു വികാരം ജോസഫ് വാഴക്കനുണ്ട്. ആ പ്രതിഷേധം അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ദീർഘകാലമായി അദ്ദേഹത്തിന് ഏറ്റുമാനൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ബന്ധമുണ്ടായിരുന്നുവെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് താൻ മത്സരിക്കാൻ തയ്യാറെടുത്തത് എന്നും താൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ല തനിക്ക് ഏറ്റുമാനൂർ സീറ്റ് നൽകാമെന്ന് ഇങ്ങോട്ട് അറിയിക്കുകയായിരുന്നുവെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വികാരം. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഈ കാര്യം അറിയിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സീറ്റില്ല എന്ന കാര്യം നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ തനിക്ക് ഇത്രത്തോളം രൂപ ചെലവഴിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ തന്നോട് മത്സരിക്കാൻ തയ്യാറെടുപ്പ് നടത്തിക്കൊള്ളാൻ അറിയിച്ചതിന് ശേഷം ആ മുന്നൊരുക്കം എന്ന നിലയിൽ ഇത്രത്തോളം ലക്ഷക്കണക്കിന് പോസ്റ്ററും ഒപ്പം തന്നെ 2,500ഓളം ബോർഡുകളും ഒക്കെ തയ്യാറാക്കിയതിനു ശേഷം മത്സരിക്കേണ്ടതില്ല. വാഴക്കൻ അത്രയും നമുക്ക് പറയാനുള്ളൂ. അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന കാശും പോയി, അഭിമാനവും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. ഇതാണ്
മുതിർന്ന നേതാവ് 50 വർഷത്തെ പാരമ്പര്യമുണ്ടെന്ന് അവകാശപ്പെടുന്ന മുതിർന്ന നേതാവിനോട് കോൺഗ്രസ് നേതൃത്വം ചെയ്ത സമീപനമാണ് നമ്മൾ ഈ കണ്ടിരിക്കുന്നത്. 1 ലക്ഷം പോസ്റ്റർ അടിച്ചു വെച്ച മനുഷ്യൻ, 2500ഓളം ഫ്ലെക്സ് ബോർഡുകൾ കയറ്റാൻ അതൊക്കെ റെഡിയാക്കി വെച്ചിരുന്ന നേതാവ് ഇപ്പോൾ നാണം കെട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ സീറ്റ് വേറെ ആരോ കൊണ്ടുപോയിരിക്കുന്നു. ഇതാണ് ടീം UDF. ഇതാണ് കേട്ടോ ടീം UDF. ഒരു പ്രശ്നവുമില്ല എന്ന് ഇന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ടീം UDFിലെ അവസ്ഥയാണ് നമ്മൾ ഈ കണ്ടത്.